ഇപ്പോൾ പ്രതികരിക്കാതിരിക്കുന്നവർ സമയമാകുമ്പോൾ BJPയുടെ ഭാഗമാകും. MAV ആദ്യമൊക്കെ എന്ന് പറഞ്ഞായിരുന്നു, ഇത് ജനങ്ങളിൽ നിന്ന് അകന്നൊക്കെ പോകുന്നു പാർട്ടി, ആശാ വർക്കർമാരുടെ സമരത്തെയൊന്നും അങ്ങനെ പിണറായിയുടെ മുന്നിൽ VS ആരുമല്ലെന്നാണോ CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MAVയുടെ വരെ ഗതികേടെന്താ? KM മാണിയുടെ കാര്യത്തിലെടുത്ത നിലപാട് നമ്മൾ കണ്ടു. അങ്ങനെ ഓരോരുത്തരെയും വീണ തന്നെ സമ്മതിച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ യാതൊരു ജോലിയും ചെയ്യാതെയാണ് പ്രതിഫലം പറ്റിയിട്ടുള്ളത്. അതിൻ്റെ പ്രതികാരമാണല്ലോ നമ്മൾ പിന്നീട് കണ്ടത്. VS അച്യുതാനന്ദനെ അദ്ദേഹത്തിൻ്റെ മൂലക്കിരുത്തുകയും ഈ മാസപ്പടി വിഷയത്തിൽ ഇനി മുഖ്യമന്ത്രിക്ക് എന്താ, കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം, പലതരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ ഇട്ടൊക്കെയാണ് ഈ സഖാക്കൾ അതിനെ മാറ്റി മാറ്റി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിന് കോടതി തന്നെ പ്രതിയാക്കി വീണയെ മാറ്റുന്ന സാഹചര്യത്തിൽ ഇനി എന്ത് സംഭവിക്കും? മാസപ്പടിക്ക് സമയത്ത് ഇടയ്ക്കൊന്നും പത്രവാർത്ത വീണ തന്നെ സമ്മതിച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ യാതൊരു ജോലിയും ചെയ്യാതെയാണ് പ്രതിഫലം പറ്റിയിട്ടുള്ളത്. പിന്നീട് അവരുടെ ഭർത്താവും സംസ്ഥാന മന്ത്രി മുഹമ്മദ് റിയാസ് ഞാൻ അങ്ങനെയൊന്നും മൊഴി കൊടുത്തിട്ടില്ല എന്ന് പറയുകയുണ്ടായി. വീണയ്ക്ക് സത്യം പറഞ്ഞല്ലേ മതിയാവൂ. എല്ലാ തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളുടെ മുന്നിലുണ്ടല്ലോ. ആ കമ്പനി പാലിക്കേണ്ട യാതൊരു വിധമായ നിയമപരമായ കാര്യങ്ങളും പാലിച്ചിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ്. അതിൻ്റെ കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. ഒരു സാധാരണ കേരളത്തിൽ ഏതെങ്കിലും മന്ത്രിമാരെ സംബന്ധിച്ചോ അവരുടെ ബന്ധുക്കളെ സംബന്ധിച്ചോ ആരോപണം ഉന്നയിക്കപ്പെടുകയാണെങ്കിൽ കേരളത്തിൽ CPM എടുക്കുന്ന, ഇടതുപക്ഷം എടുക്കുന്ന നിലപാടെന്താ? KM മാണിയുടെ കാര്യത്തിലെടുത്ത നിലപാട് നമ്മൾ കണ്ടു. അങ്ങനെ ഓരോരുത്തരെയും കാര്യത്തിൽ വലിയ പ്രചരണം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സോളാർ വിവാദം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ എത്രയോ വിവാദങ്ങൾ. വലിയ ആദർശവാന്മാർ. ആ ആദർശവാന്മാർ ഇന്ന് കേരള ഹൈക്കോടതിയുടെ മുന്നിൽ കേസുമായി നിൽക്കുമ്പോൾ, സ്വന്തം മകൾ കേസുമായി നിൽക്കുമ്പോൾ ആ മകളെ അടക്കം കേരളത്തിലെ CPM ന്യായീകരിക്കുക. CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MAVയുടെ വരെ ഗതികേടെന്താ നമ്മൾ ഓർക്കേണ്ട? അവിടെ VS അച്യുതാനന്ദൻ പറഞ്ഞ മുഖ്യമന്ത്രി CPMന് ഇല്ലായിരുന്നുവെന്ന സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ നമ്മൾ കൊല്ലത്ത് കണ്ടത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലെക്സ് പോലും എങ്ങും വെച്ചില്ല. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് റിപ്പോർട്ടിലില്ല. ഇപ്പോൾ വിവാദമായപ്പോൾ ഏറ്റവും അവസാനം പാർട്ടിയുടെ സംസ്ഥാന സമിതിയിലെ പ്രത്യേക ക്ഷണിതാവായിട്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തി. അവരുടെ മുന്നിൽ, പിണറായിയുടെ മുന്നിൽ VS ആരുമല്ലെന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? അല്ല, അതാണ് സാർ, പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു ഒഴിവാക്കിയതിൽ എന്താണ് ഒരു LDF എന്ന് പറയുമ്പോഴത്തേനും ഒരു പിണറായിസം എന്ന് പറയുന്നതിനെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെയാണോ അത്? VS അച്യുതാനന്ദൻ എന്ന നിലപാടെടുത്ത പിണറായിയുമായി ബന്ധപ്പെട്ട് ഫാരിസ് അബൂബക്കർ കേസിലടക്കം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പിണറായി ഇരിക്കുമ്പോൾ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള ശൈലി ശരിയല്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ പിണറായിസ് എന്ന് പറയുന്നത് മുതലാളിത്തത്തിൻ്റെ രീതിയാണ്. പറഞ്ഞത് VS ഗ്രൂപ്പുകാരാണ്. ആരുമായും കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളത് CPMൻ്റെ ലൈനല്ല, CPMൻ്റെ നയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നാണ് അന്ന് VS അച്യുതാനന്ദൻ വാദിച്ചത്, പാർട്ടി സെക്രട്ടറി എന്ന രീതിയിൽ. അതിൻ്റെ പ്രതികാരമാണല്ലോ നമ്മൾ പിന്നീട് കണ്ടത്. VS അച്യുതാനന്ദനെ അദ്ദേഹത്തിൻ്റെ മൂലക്കിരുത്തുകയും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വരിക, ആ പേര് പറഞ്ഞ് ജയിക്കുക, എന്നിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാതിരിക്കുക. ഇതൊരു തരം പിടിച്ചുപറിയാണെന്ന് CPMനകത്ത് തന്നെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ VS അച്യുതാനന്ദനെ തമസ്കരിക്കേണ്ടത് പിണറായിയുടെ ആവശ്യമാണ്. അതുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ബാക്കി എല്ലാ മുഖ്യമന്ത്രിമാരെയും ഫ്ലെക്സും ബോർഡും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പാർട്ടിയുടെ റിപ്പോർട്ടിൽ പോലും ഭരിച്ച മുഖ്യമന്ത്രിമാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ VS അച്യുതാനന്ദനെ കുറിച്ച് ഒരു പരാമർശം, അതേപോലെ ഓർമ്മയൊന്നും ഇല്ലാതെ കിടക്കുന്ന ഏറ്റവും അഭിമന്യനായ ഒരു നേതാവ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴിവാക്കപ്പെടുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല പിണറായിസ ഒഴിവാക്കപ്പെടുക, പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് പോലും യാതൊരു റോളും ഇല്ലാതിരിക്കുക, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം, സാധാരണ നമ്മളൊക്കെ കാണുന്നത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസും ജില്ലാ കമ്മിറ്റി ഓഫീസൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് ദേശീയ ജനറൽ സെക്രട്ടറി ഉണ്ടെങ്കിൽ അദ്ദേഹമൊക്കെയാണ്. പിണറായി ഉദ്ഘാടനം ചെയ്യുന്നിടത്ത് ഒരു മൂലയിൽ വന്ന് നിൽക്കേണ്ട ഗതികേടിൽ ഒരു പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് വരിക. ഇപ്പോൾ 75 വയസ്സിൻ്റെ പ്രായപരിധി അദ്ദേഹത്തിന് ഒഴിവാക്കി കൊടുക്കുക. PK ശ്രീമതിയുടെ കാര്യം വന്നപ്പോൾ പറയുക, ഞങ്ങൾക്ക് PK ശ്രീമതിക്ക് സെക്രട്ടേറിയറ്റിലൊന്നും പങ്കെടുക്കാൻ പറ്റത്തില്ല. ഇതാരാ പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? മുമ്പ് CPMൽ ഇത് ആരാ പറഞ്ഞുകൊണ്ടിരുന്നത്? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ അവർ ചുമതലപ്പെടുത്തുന്നയാളോ ഒക്കെയാണിത് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഒഴിവാക്കപ്പെട്ടിട്ടില്ല എന്നൊരു വാദഗതിയൊക്കെ CPMനകത്ത് വന്നു. ഇന്നലെ വളരെ വ്യക്തമായിട്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ. അതായത് അങ്ങനെയൊന്നും അവരൊക്കെ ഒന്നും വരാൻ പറ്റത്തില്ല. അപ്പോൾ പിണറായി വിചാരിക്കുന്ന ആൾ മാത്രമേ CPMൽ ഉണ്ടാകൂ എന്ന വ്യക്തമായ സൂചനയാണ് VS അച്യുതാനന്ദൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ PK ശ്രീമതിയുടെ കാര്യത്തിലായാലും നമ്മൾ കാണുന്നത്. അതിനെ ന്യായീകരിക്കാനൊക്കെ ശൈലജ ടീച്ചറടക്കം മുന്നോട്ടൊന്ന് പറഞ്ഞില്ല. അത് ശൈലജ ടീച്ചർ എന്തെങ്കിലും ആകണമെങ്കിൽ ഈ പിണറായിയുടെ ഒരു തണൽ വേണം, പിണറായിയുടെ ഒരു സഹായം വേണം.
MAVB എന്താ ഒരു ഭയങ്കര തിരുത്തൽ ശക്തിയായിട്ട് കൊല്ലം സമ്മേളനത്തിൽ MAVB ആദ്യമൊക്കെ എന്ന് പറഞ്ഞായിരുന്നു, ഇത് ജനങ്ങളിൽ നിന്ന് അകന്നൊക്കെ പോകുന്നു പാർട്ടി, ആശാ വർക്കർമാരുടെ സമരത്തെയൊന്നും അങ്ങനെ CPM കാണരുത് എന്നൊക്കെ പറഞ്ഞ MAVBയെ കൊല്ലത്ത് വളരെ ശക്തമായിട്ടല്ലെങ്കിലും എങ്ങും തൊടാതെ MAVBയുടെ പ്രസംഗമൊക്കെ നമ്മൾ കേട്ടു. ആ MAVB പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഇപ്പോൾ പിണറായിയെ പുകഴ്ത്തുപാട്ട് പാടുക എന്ന രീതിയിലേക്ക് മാറി. കാര്യം ദേശീയ ജനറൽ സെക്രട്ടറിയായിട്ട് MAVBക്ക് ഇരിക്കണമെങ്കിൽ ആര് വിചാരിക്കണം? പിണറായി വിചാരിക്കണം. അതാണെന്ന് CPMൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് VS അച്യുതാനന്ദനെ പോലുള്ള ജനകീയ സ്വഭാവമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആശയഗതിയുമായി എന്നും യോജിച്ചു പോകുന്ന അത്തരം ആൾക്കാരെ ഒഴിവാക്കപ്പെടുക, തൻ്റെ സ്തുതിപാഠകരെ മാത്രം പാർട്ടിയിൽ ഉൾപ്പെടുത്തുക. അതാണ് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തത്. ബംഗാൾ ആവർത്തിക്കും, ത്രിപുര ആവർത്തിക്കും. ഇത് തന്നെയാണ് ബംഗാളിലും ത്രിപുരയിലും നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് പിണറായിയുടെ സ്തുതിപാഠകർ ഇപ്പോൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഗൂണ്ട എന്നൊക്കെ പറയാൻ കാര്യം എന്താ? അവരൊക്കെ അലോരസപ്പെടുത്തുന്നുണ്ട് കേരള സംസ്ഥാന രാഷ്ട്രീയത്തിൽ BJPക്ക് വന്ന വലിയ മാറ്റം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പദപ്രയോഗങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. ഈ സാധാരണ സഖാക്കളെ അപേക്ഷിച്ച് ഉൾരാഷ്ട്രീയത്തിലെങ്കിലും ഇതിന് എതിരെ അല്ലെങ്കിൽ ഒരു ചേരിതിരിവ് ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഇത്തരം സാർ പറഞ്ഞ പോലെ തന്നെ വലിയ നേതാക്കളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് പിണറായി ആണ് CPM എന്നൊരു രീതിയിലേക്ക് മാറുമ്പോൾ ഉൾരാഷ്ട്രീയത്തിൽ പോലും പഴയ സഖാക്കൾക്ക് പോലും എന്തുകൊണ്ടാണ് ആ ഒരു ബോധ്യപ്പെടാത്തത് എന്തായിരിക്കും കാരണം? ഭരണം എല്ലാവർക്കും ആവശ്യമാണ്. എല്ലാ തലങ്ങളിലും പാർട്ടി സമ്പന്നമാണ്, വ്യക്തികളായാലും എല്ലാം. അപ്പോൾ അതങ്ങനെ പോകാൻ അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടോ? ഇനി കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഉണ്ടെന്നാണോ? എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അല്ല, അതിനെ സംബന്ധിച്ചുള്ള ഇനി ഒരു ബംഗാളിൽ സംഭവിച്ചത് ഇവിടെയും സംഭവിക്കുമെന്ന് തിരിച്ചറിവ്. ഇനി ബഹളം വെച്ചിട്ടൊന്നും വലിയ കഥയൊന്നുമില്ല, പ്രതികരിച്ചിട്ടും വലിയ കാര്യമില്ല. ഏകദേശം തീരാറായി. ഇനി അവരെ സംബന്ധിച്ചോളം ഇപ്പോൾ പ്രതികരിക്കാതിരിക്കുന്നവർ സമയമാകുമ്പോൾ BJPയുടെ ഭാഗമാകും. ആ പ്രതിഷേധം അവർ BJPയിലൂടെ പിണറായിക്ക് മറുപടിയും കൊടുക്കും. വലിയ ആൾക്കൂട്ടം കാണിക്കുന്ന ആൾക്കൂട്ടത്തിൽ പോകുന്നവർ കൃത്യമായി വോട്ട് ചെയ്യുന്നത് BJPക്കാണെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഈ പ്രതിഷേധമെല്ലാം, പിണറായിയോടുള്ള ഈ പ്രതിഷേധമെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ CPM അണികൾ കാണിക്കും. അത് BJPയിലൂടെ രാജീവ് ചന്ദ്രശേഖറിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവർ കൃത്യമായും അത് പ്രകടിപ്പിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.